ദി കൗൺസിൽ എന്ന ഹൈ പ്രൊഫൈൽ ടോക്ക് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് മഹാദേവൻ. IPR-ലും ക്രിമിനൽ ലോയിലും സ്പെഷ്യലൈസ് ചെയ്യുന്നു. നിയമപരമായ വസ്തുതകൾ ചർച്ച ചെയ്യുന്നതിനും സംശയങ്ങൾ തീർക്കുന്നതിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോൺ ആപ്പുകളെയും അവയുടെ ഇരുണ്ട വശങ്ങളെയും കുറിച്ചാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക ലോൺ ആപ്പിനെയോ സ്ഥാപനത്തിനെയോ മാത്രമല്ല ഞങ്ങൾ ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. പല സന്ദർഭങ്ങളിലും ചൂഷണത്തിൻ്റെ ഒരു സംവിധാനമായി പരിണമിച്ച ഒരു സംവിധാനമാണ് ഞങ്ങൾ അനാവരണം ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും സൗകര്യത്തിൻ്റെ വാഗ്ദാനത്തിന് കീഴിൽ ഡിജിറ്റൽ വായ്പാ പ്ലാറ്റ്ഫോമുകൾ അതിവേഗം വളർന്നു. അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കുള്ള തൽക്ഷണ പരിഹാരമായി അവ സ്വയം പരസ്യം ചെയ്യുന്നു. മിനിറ്റുകൾക്കുള്ളിൽ പണം, പേപ്പർ വർക്കുകളില്ല, ക്രെഡിറ്റ് സ്കോർ ആവശ്യമില്ല, മെഡിക്കൽ എമർജൻസി, തൊഴിൽ നഷ്ടം, വിദ്യാഭ്യാസ ചെലവ് അല്ലെങ്കിൽ കുടുംബ പ്രതിസന്ധി എന്നിവ നേരിടുന്ന ദുരിതത്തിലായ ഒരാൾക്ക് ഇത് ഒരു ജീവനാഡിയായി തോന്നുന്നു. എന്നാൽ ഇത് പലപ്പോഴും ഒരു കെണിയായി മാറുന്നു. ഒരു വ്യക്തിയുടെ അന്തസ്സിനെയും മാനസിക ആരോഗ്യത്തെയും ആഴത്തിൽ ബാധിക്കുന്ന വിവരങ്ങളുടെ ദുരുപയോഗം, നിർബന്ധം, അപമാനം, മാനസിക സമ്മർദ്ദം എന്നിവ ഉൾപ്പെടുന്ന ഒരു കെണിയായി ഇത് മാറുന്നു. അപകടത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഈ ലോൺ ആപ്പുകൾ ഉപരിതലത്തിന് താഴെ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒരാൾ മനസ്സിലാക്കണം. ഒരു ഉപയോക്താവ് ഒരു വായ്പാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഓൺബോർഡിംഗ് പ്രക്രിയ മനഃപൂർവ്വം ലളിതവും വേഗത്തിലുള്ളതുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ആധാർ, പാൻ തുടങ്ങിയ തിരിച്ചറിയൽ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഉപയോക്താവിനോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് നിർണായക ഘട്ടം വരുന്നു. അതാണ് കൺസെൻറ്റ് ഗിവിംഗ്. ഈ ലോൺ ആപ്പുകൾ സാധാരണയായി കോൺടാക്റ്റുകൾ, ഫോട്ടോ ഗാലറി, SMS കോൾ ലോഗുകൾ, ചിലപ്പോൾ തത്സമയ ലൊക്കേഷൻ എന്നിവയിലേക്കുള്ള ആക്സസ് അഭ്യർത്ഥിക്കുന്നു. മിക്ക ഉപയോക്താക്കളും അടിയന്തരമായി ഈ അനുമതികൾ പരിശോധനയ്ക്ക് ആവശ്യമാണെന്ന് കരുതി മടിക്കാതെ സ്വീകരിക്കുന്നു. എന്നിരുന്നാലും വാസ്തവത്തിൽ ഈ ഡാറ്റ വായ്പ നൽകുന്നവരുടെ പ്രാഥമിക നിയന്ത്രണ ഉപകരണമായി മാറുന്നു. അപ്ലിക്കേഷൻ വായ്പ എടുക്കുന്നയാളെ മാത്രമല്ല, അവരുടെ കോൺടാക്റ്റ് ലിസ്റ്റിലെ എല്ലാവരെയും കുറിച്ചുള്ള വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും സംഭരിക്കുകയും ചെയ്യുന്നു. ഇത് പിന്നീട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാധ്യതയുള്ള പോയിന്റുകളുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നു. വായ്പ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉപയോക്താക്കൾ സന്തോഷത്തിലും സൗകര്യത്തിൻ്റെ മിഥ്യാബോധത്തിലും തുടരുന്നു. അനുവദിച്ച തുക ഉദാഹരണത്തിന് 10,000 രൂപയാണെന്ന് കരുതാം. എന്നാൽ പ്രോസസ്സിംഗ് ഫീസ്, സേവന ചാർജുകൾ, ഡോക്യുമെൻറ്റേഷൻ ഫീ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ഫീ എന്ന ലേബൽ ചെയ്ത കിഴിവുകൾക്ക് ശേഷം വായ്പ എടുക്കുന്ന ആൾക്ക് പലപ്പോഴും ഗണ്യമായി കുറച്ചുകൊണ്ട് ഒരു പക്ഷേ 7,000 അല്ലെങ്കിൽ 8,000 രൂപ വീതം ലഭിക്കുന്നു. തിരിച്ചടവ് കാലയളവ് സാധാരണയായി വളരെ ഹ്രസ്വമാണ്. ചിലപ്പോൾ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം വരെ കുറവാണ്. പ്രതിവർഷം കണക്കാക്കുമ്പോൾ പലിശ നിരക്കുകൾ അമിതമായിരിക്കാം. ഇത് നിയന്ത്രിത വായ്പക്കാർക്ക് നിയമപരമായി അനുവദനീയമായതിനാൽ വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ഈ വിശദാംശങ്ങൾ പലപ്പോഴും അച്ചടിച്ചതോ വ്യക്തമായി വെളിപ്പെടുത്താത്തതോ ആയതിനാൽ വായ്പ എടുക്കുന്നയാൾക്ക് യഥാർത്ഥ വിലയെക്കുറിച്ച് അറിയില്ല. തിരിച്ചടവ് വൈകുമ്പോൾ സ്ഥിതി ഗുരുതരമായി മാറുന്നു. ഘടനാപരവും നിയമാനുസൃതവുമായ വീണ്ടെടുക്കൽ നടപടിക്രമങ്ങൾ പിന്തുടരുന്ന ബാങ്കുകളിൽ നിന്നോ രജിസ്റ്റർ ചെയ്ത ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ വ്യത്യസ്തമായി ഈ വായ്പാ ആപ്ലിക്കേഷനുകളിൽ പലതും ആക്രമണാത്മകവും നിയമവിരുദ്ധവുമായ രീതികൾ അവലംബിക്കുന്നു. വായ്പ എടുക്കുന്നയാൾക്ക് ധാരാളം കോളുകൾ ലഭിക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ ഡസൻ കണക്കിന് അല്ലെങ്കിൽ 100-നടുത്ത്. തുടക്കത്തിൽ ഇവ ഓർമ്മപ്പെടുത്തലുകളായിരിക്കാം, പക്ഷേ അവ വേഗത്തിൽ ഭീഷണികളിലേക്കും ദുരുപയോഗത്തിലേക്കും നീങ്ങുന്നു. ഉപയോഗിച്ച ഭാഷ അപമാനകരവും ഭയപ്പെടുത്തുന്നതും മാനസികമായി ദോഷകരവുമാകുന്നു. പണം വീണ്ടെടുക്കുക മാത്രമല്ല, ഭയവും
അടിയന്തരതയും സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. നേരത്തെ ശേഖരിച്ച വ്യക്തിഗത ഡാറ്റയുടെ ദുരുപയോഗമാണ് ഈ സംവിധാനത്തെ പ്രത്യേകിച്ചും അപകടകരമാക്കുന്നത്. റിക്കവറി ഏജൻറ്റുമാർ വായ്പ എടുക്കുന്നയാളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്നുള്ള വ്യക്തികളുമായി ബന്ധപ്പെടാൻ തുടങ്ങുന്നു. കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, തൊഴിലുടമകൾ കടം വാങ്ങുന്നയാൾ തട്ടിപ്പുകാരനാണെന്നോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്നോ അവർ തെറ്റായി അവകാശപ്പെട്ടേക്കാം. ചില സന്ദർഭങ്ങളിൽ അവർ ഈ കോൺടാക്റ്റുകൾ ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും വായ്പ എടുക്കുന്നയാളെക്കുറിച്ച് അപകീർത്തികരമായ സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഏജൻറ്റുമാർ കടം വാങ്ങുന്നയാളുടെ ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോകൾ അശ്ലീലമോ വിട്ടുവീഴ്ചയില്ലാത്തതോ ആയ ചിത്രങ്ങളായി മോർഫ് ചെയ്യുകയും ബ്ലാക്ക്മെയിൽ ആയി പ്രചരിപ്പിക്കുകയും ചെയ്തതായി നിരവധി റിപ്പോർട്ടുകൾ ഉണ്ട്. ഇത് ഒരു സാമ്പത്തിക പ്രശ്നത്തെ ഒരു സാമൂഹിക പ്രതിസന്ധിയാക്കി മാറ്റുന്നു. അവിടെ കടം വാങ്ങുന്ന ആൾക്ക് തുറന്നുകാട്ടപ്പെടുന്നതും അപമാനിക്കപ്പെടുന്നതും ഒറ്റപ്പെടുത്തുന്നതും മരണത്തിലേക്ക് തള്ളിവിടുന്ന അനുഭവമായി മാറുന്നു. വായ്പ നൽകുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ പരസ്പരം നേരിട്ട് ഒരിക്കലും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കുഴിയിൽ ചാടിച്ചു കഴിഞ്ഞാൽ തട്ടിപ്പ് നടത്തിയ വ്യക്തിയെ കണ്ടെത്തുക പ്രയാസകരമാണ്. പ്രധാനമായും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഈ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിയമപ്രശ്നം വന്നാൽ ജൂറിസ്ഡിക്ഷൻ എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ തന്നെ ആയിരിക്കും. മോസ്റ്റ് പ്രോബബിളി വെസ്റ്റ് ബംഗാൾ, കൊൽക്കത്ത. കേരളത്തിൽ അവർക്ക് ചിലപ്പോൾ ഒരു ഓഫീസ് ഓഫ് ദി റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കാം ഉള്ളത്. അത് ഒരു വ്യാജ വ്യക്തിയാകാൻ ഇടയുണ്ട്. ഒരു വിധത്തിലും തട്ടിപ്പ് നടത്തുന്നവരെ കണ്ടെത്താൻ കഴിയാതെ വരുന്നു. മാത്രമല്ല, ഇങ്ങനെ വായ്പയായി നൽകുന്ന ഈ പണം ഏതെങ്കിലും ടെററിസ്റ്റിൻ്റേതാണോ അല്ലെങ്കിൽ കുഴൽപ്പണമോ കള്ളപ്പണമോ ആണോ എന്നൊന്നും തീർച്ചയില്ല. അതുപോലെ തന്നെ ലോൺ റിക്കവറി എല്ലായ്പ്പോഴും UPI വഴിയോ മറ്റോ ആയിരിക്കാമെന്നതും ഇതിനുള്ള സാധ്യത കൂട്ടുന്നു. ഈ യാഥാർത്ഥ്യത്തിൻ്റെ അഗാധമായ ദാരുണമായ ഉദാഹരണം കേരളത്തിൽ നിന്നുള്ള യുവ ഡെൻ്റൽ വിദ്യാർത്ഥിയായ നിതിൻ രാജിൻ്റെ കേസാണ്. കൈകാര്യം ചെയ്യാവുന്ന ഒരു സാമ്പത്തിക സാഹചര്യം എത്ര വേഗത്തിൽ ഒരു മാനസിക അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് അദ്ദേഹത്തിൻ്റെ കഥ പ്രതിഫലിപ്പിക്കുന്നു. ഒരു പക്ഷേ അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി അദ്ദേഹം താരതമ്യേന ചെറിയ വായ്പ എടുത്തതായി റിപ്പോർട്ടുണ്ട്. എന്നിരുന്നാലും ഉയർന്ന പലിശയും തിരിച്ചടവ് സമയപരിധിയും കാരണം അദ്ദേഹത്തിന് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള നിരന്തരമായ പീഡനമായിരുന്നു. തുടർച്ചയായ കോളുകൾ, സമ്മർദ്ദം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ നെറ്റ്വർക്കിലെ ആളുകളിലേക്ക് എത്തിച്ചേരൽ പോലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് വളരെയധികം കോളുകൾ ലഭിച്ചതായും അധ്യാപകർ ഉൾപ്പെടെയുള്ള പരിചയക്കാരെപ്പോലും ബന്ധപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്വകാര്യതയ്ക്കും അന്തസ്സിനും നേരെയുള്ള ഈ അധിനിവേശവും നിരന്തരമായ ഭീഷണിയും ചേർന്ന് വളരെയധികം മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചു. നിർഭാഗ്യവശാൽ അത് ആത്മഹത്യയിൽ കലാശിച്ചു. ഈ കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, സംസ്ഥാനത്തും രാജ്യത്തും ഉയർന്നു വരുന്ന ഒരു വലിയ മാതൃകയുടെ പ്രതിഫലനമാണ്. ആളുകൾ ഈ കെണിയിൽ വീഴുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഒരാൾ വ്യക്തിഗത തിരഞ്ഞെടുപ്പുകൾക്കപ്പുറം നോക്കുകയും വിശാലമായ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കുകയും വേണം. ഇരകൾ പലപ്പോഴും ഇതിനകം തന്നെ ദുർബലമായ സാഹചര്യങ്ങളിലുള്ള വ്യക്തികളാണ്. സ്ഥിരമായ വരുമാനമില്ലാത്ത വിദ്യാർത്ഥികൾ, ദിവസവേതനക്കാർ, നഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുകിട ബിസിനസ് ഉടമകൾ, അല്ലെങ്കിൽ അപ്രതീക്ഷിത മെഡിക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങൾ എന്നിവരാകാം അവർ. ക്രെഡിറ്റ് ചരിത്രത്തിൻ്റെ അഭാവം, പര്യാപ്തമായ ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഈടുകളുടെ അഭാവം എന്നിവ കാരണം പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങൾക്ക് അവർക്ക് വായ്പ നിഷേധിക്കാം. അത്തരം സാഹചര്യങ്ങളിൽ തൽക്ഷണ അംഗീകാരത്തിൻ്റെ വാഗ്ദാനം വളരെ ആകർഷകമാണ്. ഈ കൃത്യമായ ദുർബലതയെ ലക്ഷ്യമിട്ടാണ് ആപ്ലിക്കേഷനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഔപചാരിക സ്ഥാപനങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതും വിവേചനരഹിതവുമായ ബദലുകളായി അവ സ്വയം സ്ഥാനം പിടിക്കുന്നു. എന്നിരുന്നാലും ഒരു വായ്പക്കാരൻ സംവിധാനത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി തീരുന്നു. ഈ വായ്പകളുടെ ഘടന
പലപ്പോഴും ആശ്രിതത്വത്തിൻ്റെ ഒരു ചക്രത്തിലേക്ക് നയിക്കുന്നു. ഒരു വായ്പക്കാരന് ഒരു വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്തപ്പോൾ ആദ്യത്തേത് നികത്താൻ അവർക്ക് മറ്റൊരു ആപ്പിൽ നിന്നും മറ്റൊരു വായ്പ എടുക്കാം. ഇത് ഒരേ സമയം ഒന്നിലധികം വായ്പകൾ ശേഖരിക്കുന്ന ഒരു ചെയിൻ റിയാക്ഷൻ സൃഷ്ടിക്കുന്നു. ഓരോ ആപ്ലിക്കേഷനും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. ഓരോന്നും തിരിച്ചടവ് ആവശ്യപ്പെടുന്നു. ഓരോന്നും സമാനമായ നിർബന്ധിത തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വായ്പ എടുത്തയാൾ 5-10 വ്യത്യസ്ത വായ്പകൾ കൈകാര്യം ചെയ്യുന്നുണ്ടാകാം. ഓരോന്നും വർദ്ധിച്ചു വരുന്ന പലിശയും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദവും. ഇത് യാദൃച്ഛികമല്ല. ആവർത്തിച്ചിട്ടുള്ള വായ്പ എടുക്കലിലും സുസ്ഥിരമായ ദുർബലതയിലും തഴച്ചു വളരുന്ന ഒരു കെണിയാണ് ഇത്. മിക്ക ആളുകളെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് ഇരയാകാൻ നിങ്ങൾ വായ്പ എടുക്കേണ്ടതില്ല എന്ന വസ്തുത. അതെ, ഒരിക്കലും ഒരു രൂപ പോലും കടം വാങ്ങിയിട്ടില്ലാത്ത നിരവധി ആളുകളുണ്ട്. എന്നിട്ടും അവർക്ക് വീണ്ടെടുക്കൽ കോളുകളും നിയമപരമായ നോട്ടീസുകളും പോലീസ് സമൻസുകളും പോലും ലഭിക്കുന്നു. നിലവിൽ ഞങ്ങളുടെ അടുത്ത് വന്ന ഒരു കേസാണ് മിസ് മഞ്ജുരാജ് വേഴ്സസ് SI ക്രീവ ക്യാപിറ്റൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇത് ഒരു അപൂർവ സംഭവമല്ല. ഇത് പതിവായി സംഭവിക്കുന്നു. ഇതിന് പിന്നിലെ മൂലകാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അവഗണിക്കുന്ന ഒന്നാണ്. നമ്മുടെ KYC ഡാറ്റ, KYC അല്ലെങ്കിൽ ആധാർ, പാൻ, നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ മൊബൈൽ നമ്പർ തുടങ്ങിയ KYC രേഖകൾ വളരെ സെൻസിറ്റീവാണ്. എന്നാൽ ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ആളുകൾ കൂടുതൽ ചിന്തിക്കാതെ ഈ വിശദാംശങ്ങൾ പങ്കിടുന്നു. നിങ്ങളുടെ ആധാറും പാൻ കാർഡും ഒരു തൊഴിൽ അപേക്ഷയ്ക്കോ മൊബൈൽ ആപ്ലിക്കേഷനോ ആയി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പ് അല്ലെങ്കിൽ SMS വഴി അയച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റുകൾ, ഗാലറി ഫയലുകൾ എന്നിവ ആക്സസ് ചെയ്യാൻ അനുമതി ആവശ്യപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുന്നു. ആ നിമിഷത്തിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ല. എന്നാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ഡാറ്റ ശേഖരിക്കപ്പെടുകയോ സംഭരിക്കപ്പെടുകയോ വിൽക്കുകയോ ചെയ്തേക്കാം. ഈ തട്ടിപ്പ് ശൃംഖലകൾക്ക് നിങ്ങളുടെ KYC വിശദാംശങ്ങളിലേക്ക് പ്രവേശനം ലഭിച്ചു കഴിഞ്ഞാൽ അവർ അത് സൂക്ഷിക്കുക മാത്രമല്ല അത് സജീവമായി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു. അവർക്ക് നിങ്ങളുടെ പേരിൽ വ്യാജ വായ്പാ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങളെ ഒരു ഗ്യാരണ്ടറായി പട്ടികപ്പെടുത്താം. ചില സന്ദർഭങ്ങളിൽ മറ്റൊരാൾ വായ്പ എടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു റഫറൻസ് കോൺടാക്റ്റായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ നമ്പർ ഒന്നിലധികം വായ്പക്കാരുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം. പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ ലഭിക്കും. നിങ്ങൾ വായ്പ എടുത്തുവെന്നും തിരിച്ചടവിൽ വീഴ്ച വരുത്തിയെന്നും പറഞ്ഞ് ഒരു അപരിചിതൻ അക്രമാസക്തമായി സംസാരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും വായ്പ എടുത്തിട്ടില്ലെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ കേൾക്കുന്നില്ല. പകരം കോളുകൾ വർദ്ധിക്കുന്നു. വാട്സപ്പിൽ സന്ദേശങ്ങൾ വരാൻ തുടങ്ങുന്നു. അവയിൽ ചിലത് ഭീഷണികളുണ്ട്, ചിലതിൽ അധിക്ഷേപകരമായ ഭാഷയുണ്ട്, ചിലതിൽ എഡിറ്റ് ചെയ്ത ചിത്രങ്ങളോ നിങ്ങളുടെ കോൺടാക്റ്റുകളെ അറിയിക്കുമെന്ന മുന്നറിയിപ്പുകളോ ഉൾപ്പെടുന്നു. പതുക്കെ സമ്മർദ്ദം വർദ്ധിക്കുന്നു. തുടർന്ന് അടുത്ത ഘട്ടം വരുന്നു. വ്യാജ നിയമ അറിയിപ്പുകൾ, പോലീസ് പരാതികൾ, പരാമർശിക്കുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ കോടതി സമൻസ് പോലെ തോന്നുന്ന എന്തെങ്കിലും. ഈ സമയത്ത് മിക്ക ആളുകളും പരിഭ്രാന്തരാകുന്നു. പോലീസ് കേസ്, കോടതി എന്നീ വാക്കുകൾ ഭയം സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് മുമ്പ് നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത നിരപരാധികൾക്ക്. പലരും സ്വയം സംശയിക്കാൻ തുടങ്ങുന്നു. ഞാൻ അറിയാതെ എന്തെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടോ? ആരെങ്കിലും എൻ്റെ രേഖകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ? ആ ആശയക്കുഴപ്പത്തിൽ ചില ആളുകൾ സാധ്യമായ ഏറ്റവും മോശം നടപടി എടുക്കുന്നു. ഉപദ്രവം അവസാനിപ്പിക്കാൻ മാത്രം അവർ പണം നൽകാൻ തീരുമാനിക്കുന്നു. ഇതാണ് ഈ തട്ടിപ്പുകാർ ആഗ്രഹിക്കുന്നത്. അവർ നിയമത്തെ ആശ്രയിക്കുന്നില്ല. അവർ നിങ്ങളുടെ ഭയത്തെയും അവബോധത്തിൻ്റെ അഭാവത്തെയും ആശ്രയിക്കുന്നു. മുമ്പത്തെ KYC തട്ടിപ്പ് ബോധവൽക്കരണ ചർച്ചയിൽ വ്യക്തിഗത രേഖകൾ ഒരിക്കൽ ചോരുകയോ നിരുത്തരവാദപരമായി പങ്കിടുകയോ ചെയ്താൽ എങ്ങനെ നിയമവിരുദ്ധ നെറ്റ്വർക്കുകളിൽ പ്രചരിപ്പിക്കാമെന്ന് ഞങ്ങൾ ഇതിനകം വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് റഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിത്വം തട്ടിപ്പിനുള്ള ഒരു ഉപകരണമായി മാറുന്നു. ജോലി പരിശോധന പോലെ ലളിതമായ കാര്യങ്ങൾക്കായി വ്യക്തികൾ രേഖകൾ സമർപ്പിക്കുകയും
മാസങ്ങൾക്ക് ശേഷം അവ വായ്പ വീണ്ടെടുക്കൽ കോളുകൾ ലഭിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന യഥാർത്ഥ കേസ് ഉണ്ടായിട്ടുണ്ട്. ഇത് വായ്പ എടുക്കുന്നയാളിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിരപരാധികളായ മൂന്നാം കക്ഷികൾക്കും ഈ പീഡന ചക്രത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാം. ഒരു കാര്യം ഞാൻ പൂർണ്ണമായും വ്യക്തമാക്കട്ടെ. നിങ്ങൾ വായ്പ എടുത്തിട്ടില്ലെങ്കിൽ ഒന്നും തിരിച്ചടയ്ക്കാൻ നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥനല്ല. വിളിച്ചയാളെ എത്ര ബോധ്യപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താലും, സന്ദേശം എത്ര ഔദ്യോഗികമായി തോന്നിയാലും നിങ്ങളുടെ സമ്മതവും സാധുവായ ഇടപാടുമില്ലാതെ ബാധ്യത ഉണ്ടാകില്ല. തട്ടിപ്പുകാർ രേഖകൾ സൃഷ്ടിക്കുകയോ രേഖകൾ കെട്ടിച്ചമയ്ക്കുകയോ നിങ്ങളുടെ KYC ദുരുപയോഗം ചെയ്യുകയോ ചെയ്തേക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് നിയമപരമായ ബാധ്യത സൃഷ്ടിക്കുന്നില്ല. മോഷണത്തെയോ ഐഡൻറ്റിറ്റി മോഷണത്തെയോ നിയമം പിന്തുണയ്ക്കുന്നില്ല. നിയമപരമായ കാഴ്ചപ്പാടിൽ അത്തരം വായ്പാ ആപ്ലിക്കേഷനുകളുടെയും അവരുടെ ഏജൻറ്റുമാരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി ക്രിമിനൽ മേഖലയിലേക്ക് കടക്കുന്നു. ഭാരതീയ ന്യായ സംഹിത BNS കീഴിൽ നിരവധി വ്യവസ്ഥകൾ നടപ്പാക്കാം. കടം വാങ്ങുന്നയാളെയോ അവരുടെ കോണ്ടാക്റ്റുകളെയോ ഭീഷണിപ്പെടുത്തുന്ന പ്രവൃത്തികൾ ക്രിമിനൽ ഭീഷണിക്ക് വിധേയമാണ്. ഭയം, സമ്മർദ്ദം അല്ലെങ്കിൽ ബലപ്രയോഗം എന്നിവയിലൂടെ പണം ആവശ്യപ്പെടുമ്പോൾ അത് പിടിച്ചുപറിയായി മാറുന്നു. പീഡനം വളരെ കഠിനമായി തീരുകയും അത് ഒരു വ്യക്തിയെ സ്വന്തം ജീവൻ എടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്താൽ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ബാധകമാകും. കൂടാതെ വ്യക്തിഗത ചിത്രങ്ങൾ മോർഫ് ചെയ്യുകയോ അശ്ലീല ഉള്ളടക്കം പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ സ്വകാര്യതയുടെ ലംഘനവും വ്യക്തമായ ഉള്ളടക്കം കൈമാറുന്നതും ഉൾപ്പെടെ ഇൻഫർമേഷൻ ടെക്നോളജി നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ പ്രാബല്യത്തിൽ വരും. പണം കടം വാങ്ങുന്നത് ഒരു സിവിൽ കാര്യമാണെങ്കിലും ഈ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്ന രീതികൾ പലപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് തുല്യമെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നിർണായകമാണ്. ഡിജിറ്റൽ വായ്പ നൽകുന്നതിനെക്കുറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾക്കും നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾക്കും NBFC മാത്രമേ പണം നൽകാൻ അധികാരമുള്ളൂ. അവർ പലിശ നിരക്കിൽ സുതാര്യത നിലനിർത്തുകയും എല്ലാ ചാർജുകളും മുൻകൂട്ടി വെളിപ്പെടുത്തുകയും ധാർമ്മിക വീണ്ടെടുക്കൽ രീതികൾ പാലിക്കുകയും വേണം. ഉപഭോക്തൃ ഡാറ്റ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്നും അവരെ വിലക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും പ്രശ്നമുള്ള പല വായ്പാ ആപ്ലിക്കേഷനുകളും ഈ നിയന്ത്രണത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്താണ് പ്രവർത്തിക്കുന്നത്. ചിലർ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നു. മറ്റുള്ളവ പൂർണ്ണമായും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു. പല കേസുകളിലും പ്രവർത്തനഘടന സങ്കീർണമാണ്. അതിൽ കമ്പനികളുടെ ഒന്നിലധികം ലെയറുകൾ ഉൾപ്പെടുന്നു, ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ലിങ്കുകൾ പോലും. ഇത് നടപ്പാക്കലിനെ വെല്ലുവിളി നിറഞ്ഞതാക്കുന്നു, പക്ഷേ അസാധ്യമല്ല. എന്നിരുന്നാലും സാഹചര്യത്തെ പൂർണ്ണമായും അവഗണിക്കുന്നതും ശരിയായ സമീപനമല്ല. നിങ്ങൾക്ക് അത്തരം കോളുകളോ അറിയിപ്പുകളോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ശാന്തമായും ഉത്തരവാദിത്വത്തോടെയും പ്രവർത്തിക്കണം. ഇരകളാകുന്ന വ്യക്തികൾക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ലഭ്യമായ പരിഹാരങ്ങളെക്കുറിച്ചും അവബോധം അനിവാര്യമാണ്. അവർ നേരിടുന്ന പീഡനം നിയമവിരുദ്ധമാണെന്ന് തിരിച്ചറിയുക എന്നതാണ് ആദ്യപടി. ഭയം പലപ്പോഴും ഇരകളെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലേക്ക് നയിക്കുന്നു. ദുരുപയോഗം തടയുന്നതിനുള്ള ശ്രമത്തിൽ ആവർത്തിച്ച് പണം നൽകുന്നു. എന്നിരുന്നാലും ഇത് അപൂർവമായി മാത്രമേ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ. പരിഭ്രാന്തരാകരുത്. നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ഭയം. വിളിച്ചവരുമായി വൈകാരികമായി ഇടപഴകരുത്. സമ്മർദ്ദത്തിൽ പണം നൽകരുത്. അതേസമയം തെളിവുകൾ സൂക്ഷിക്കുക. സാധ്യമെങ്കിൽ കോൾ റെക്കോർഡുകൾ സൂക്ഷിക്കുക. സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ സൂക്ഷിക്കുക. എല്ലാം രേഖപ്പെടുത്തുക. ഈ തെളിവുകൾ നിയമ നടപടികൾക്ക് നിർണായകമാണ്. ശരിയായ അധികാരികളെ സമീപിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ ഒരു വായ്പയും എടുത്തിട്ടില്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് സൈബർ സെല്ലിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകുക. ഇത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഔദ്യോഗിക റെക്കോർഡ് സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പേരിൽ ഏതെങ്കിലും അനധികൃത വായ്പാ എൻട്രികൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്നറിയാൻ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും പരിശോധിക്കണം. ഉപദ്രവം തുടരുകയോ വർദ്ധിക്കുകയോ ചെയ്താൽ ഔപചാരിക മറുപടി തേടുന്നതിന് നിങ്ങളുടെ നിലപാട് വ്യക്തമായി നിങ്ങളുടെ KYC ഡാറ്റ സംരക്ഷിക്കുന്നത് അത്യാവശ്യമാണ്.
അറിയപ്പെടാത്ത വായ്പാ ആപ്ലിക്കേഷനുകൾ, പ്രത്യേകിച്ച് ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ ലഭ്യമല്ലാത്ത ഇൻസ്റ്റാൾ ചെയ്യരുത്. സാമ്പത്തിക ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തികൾ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ചും കുറഞ്ഞ ആവശ്യകതയുള്ള തൽക്ഷണ വായ്പകൾ വാഗ്ദാനം ചെയ്യുന്നവ. വായ്പ നൽകുന്നയാൾ RBIയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഒരു നിർണായക നടപടിയാണ്. ഫോണിലെ ആപ്ലിക്കേഷനുകൾ ആവശ്യപ്പെടുന്ന ആക്സസ് റിക്വസ്റ്റ് ശ്രദ്ധാപൂർവം അവലോകനം ചെയ്യണം. കോൺടാക്റ്റുകൾ, ഗാലറി, മറ്റ് വ്യക്തിഗത ഡാറ്റ എന്നിവയിലേക്കുള്ള ആക്സസ് വ്യക്തമായ ആവശ്യമില്ലാതെ അനുവദിക്കരുത്. ഒരു ആപ്ലിക്കേഷൻ സാധുവായ കാരണമില്ലാതെ നിങ്ങളുടെ കോൺടാക്റ്റുകളിലേക്കോ ഗാലറികളിലേക്കോ ആക്സസ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് ആണ്. OTPകൾ ഒരിക്കലും പങ്കിടരുത്. സംശയാസ്പദമായ ലിങ്കുകൾ എത്ര അടിയന്തരമോ ആകർഷകമോ ആണെങ്കിലും അവയിൽ ക്ലിക്ക് ചെയ്യരുത്. പ്രതിരോധം ഒരുപോലെ പ്രധാനമാണ്. ഏത് ബോധവൽക്കരണ ശ്രമത്തിലും ഇത് ഊന്നിപ്പറയേണ്ടതാണ്. പ്രതിരോധത്തിൽ സാമ്പത്തിക സാക്ഷരത ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പലിശ നിരക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കുക. നിബന്ധനകളും വ്യവസ്ഥകളും വായിക്കുക. തിരിച്ചടവ് ശേഷി വിലയിരുത്തുക എന്നിവ അറിവിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വ്യക്തികളെ സഹായിക്കും. വിശാലമായ തലത്തിൽ കടവുമായി ബന്ധപ്പെട്ട കളങ്കത്തെ സമൂഹം അഭിസംബോധന ചെയ്യണം. കുടുംബത്തിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വിധി ഭയപ്പെടുന്നതിനാൽ പല ഇരകളും നിശബ്ദമായി കഷ്ടപ്പെടുന്നു. ഈ നിശബ്ദതയാണ് ചൂഷണ സംവിധാനങ്ങളെ അനിയന്ത്രിതമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ പിന്തുണയ്ക്കാനും കുറ്റവാളികളെ ഉത്തരവാദികളാക്കാനും കൂട്ടായ ശ്രമം നടത്തണം. ബോധവൽക്കരണ പ്രചരണങ്ങൾ, നിയന്ത്രണങ്ങളുടെ കർശനമായ നടപ്പാക്കൽ, നിയമപരമായ ആപ്ലിക്കേഷനുകളുടെ സാങ്കേതിക നിരീക്ഷണം എന്നിവയെല്ലാം ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായ നടപടികളാണ്. ആത്യന്തികമായി വായ്പാ ആപ്ലിക്കേഷനുള്ള ഇരുണ്ട ഭാഗം സാമ്പത്തിക ചൂഷണം മാത്രമല്ല, അത് സ്വകാര്യത, അന്തസ്സ്, മാനസിക ക്ഷേമം എന്നിവയുടെ തകർച്ചയെക്കുറിച്ചാണ്. വ്യക്തികളെ ഭയപ്പെടുത്താനും അപമാനിക്കാനും ഒരു സിസ്റ്റം വ്യക്തിഗത ഡാറ്റ ഉപയോഗിക്കുമ്പോൾ അത് ബിസിനസ്സിന് അതീതമായ ഒരു പരിധി കടക്കുന്നു. നിതിൻ രാജിൻ്റെ ദാരുണമായ കേസ് അനിയന്ത്രിതമായ ഡിജിറ്റൽ ചൂഷണത്തിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകളായി വർത്തിക്കുന്നു. അധികാരികളിൽ നിന്നും നിയമവിദഗ്ധരിൽ നിന്നും മാത്രമല്ല, മൊത്തത്തിൽ സമൂഹത്തിൽ നിന്നും അടിയന്തര നടപടിയെടുക്കാൻ ഇത് ആവശ്യപ്പെടുന്നു. കടം ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കാം, പക്ഷേ അത് ഒരിക്കലും ജീവിതങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാറരുത്. വഞ്ചന എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലെ മാറ്റമാണ് ഇന്ന് നാം കാണുന്നത്. നേരത്തെ പണത്തിനായി ആളുകളെ നേരിട്ട് ലക്ഷ്യമിട്ടിരുന്നു. ഇപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റികൾ വഞ്ചന ശൃംഖലയിലെ ആസ്തികളായി ഉപയോഗിക്കുന്നു. ഇതിനർത്ഥം അവരുടെ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് അറിയില്ലെങ്കിൽ ജാഗ്രതയുള്ള ആളുകൾ പോലും ഇരകളാകാം എന്നതാണ്. അതിനാൽ നിങ്ങളുടെ സ്വകാര്യ രേഖകൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനോ പണത്തിനോ തുല്യമായ പരിചരണത്തോടെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം ഇന്നത്തെ ഡിജിറ്റൽ പരിതസ്ഥിതിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് തന്നെ സാമ്പത്തിക മൂല്യമുണ്ട്. അത് തെറ്റായ കൈകളിൽ വീഴുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്ത വിധത്തിൽ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചതുകൊണ്ട് നിങ്ങൾ കുറ്റക്കാരനാണെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങളുടെ അവകാശങ്ങളും ഈ തട്ടിപ്പുകളുടെ സ്വഭാവവും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻ്റായി ചോദിക്കാവുന്നതാണ്. കഴിഞ്ഞ എപ്പിസോഡിന് ലഭിച്ച സപ്പോർട്ടിന് നന്ദി.